കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ലോകത്തെ ഏറ്റവും പ്രധാന ശക്തി ബ്രിട്ടൻ ആയിരുന്നു. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ ബ്രിട്ടൻ ആയിരുന്നു കോളനികളുള്ളത്. നമ്മുടെ രാജ്യമടക്കം ബ്രിട്ടൻ ആണ് ഭരിച്ചിരുന്നതെന്ന് നമുക്കറിയാം. 1947 തുടങ്ങിയ 50കളിൽ ബ്രിട്ടന്റെ അസ്തമനം ഉണ്ടാകുകയും അഥവാ ബ്രിട്ടീഷ് സാമ്രാജ്യം നശിക്കുകയും പകരം അമേരിക്ക എന്ന വൻ ശക്തി ലോകത്തിലേക്ക് വരികയും ചെയ്തു. ഒരർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നാശത്തിന് തുടക്കക്കാരൻ നമ്മൾ ഇന്ത്യക്കാരൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമാണ്. ബ്രിട്ടന്റെ ഏറ്റവും വലിയ പ്രൈസ്ഡ് പൊസഷൻ ആയിരുന്നു, അവരുടെ ഭാഷയിൽ ജുവൽ ഇൻ ദ ക്രൗൺ ആയിരുന്നു ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അൺട്രാവൽ ചെയ്യുകയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുകയും ബ്രിട്ടൻ എന്ന സാമ്രാജ്യത്തിന്റെ നാശം കാണുകയും ചെയ്തു. അതിനുശേഷമാണ് അമേരിക്ക ലോകത്തിലെ വൻ ശക്തിയായി മാറുന്നത്. ആ അമേരിക്കയുടെ തകർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ 50 ആണ്ടിൽ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പലപ്പോഴും അമേരിക്കയെ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി വളർന്നു വരുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷത്തിൽ കണ്ടതാണ്. ആ അമേരിക്കൻ ഡോമിനൻസിന്റെ അവസാനത്തിന്റെ ആരംഭമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കൻ ഡോമിനൻസിന്റെ ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്ന് പെട്രോ ഡോളേഴ്സ് ആയിരുന്നു. ലോകത്ത് പെട്രോളിന്റെ വ്യാപനം ഡോളേഴ്സിലാകണം എന്നുള്ളത് അമേരിക്കൻ ഡോളറിനെ ശക്തിമത്തായി മാറ്റി. പക്ഷേ അമേരിക്ക ലോകത്തിൽ മുമ്പ് ചെയ്ത പല അതിക്രമങ്ങളും, വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളിലെ പരാജയങ്ങൾ, ഇറാഖിൽ നടത്തിയ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ, ഇപ്പൊ അമേരിക്കക്കാർ പോലും അത് അംഗീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ 20 വർഷവും 2-3 ട്രില്യൺ ഡോളേഴ്സും കളഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം തികച്ചും ഉപയോഗശൂന്യമാണ്. ഇപ്പൊ ഉണ്ണി സാറിന്റെ നല്ലൊരു അനാലിസിസ് ഉണ്ട്. അമേരിക്ക തകരുന്നു, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയെ ട്രംപ് തകർക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അനാലിസിസ് കേൾക്കാം, അതിന്റെ ഒരു കമന്ററിയും നമുക്ക് നോക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഒരു സന്ധി സംഭാഷണം നടക്കും എന്നാണ് ലോകം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. ഈ മാസം 11, 12 തീയതികളിലാണ് 1ാം വട്ട സന്ധി സംഭാഷണം ഇസ്ലാമാബാദിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയത്. പക്ഷേ 22 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും ഒരു ഒത്തുതീർപ്പിലും എത്താൻ കഴിയാതെയാണ്. ഓർക്കുക, അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയോട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇറാൻ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാം ആദ്യം വിചാരിച്ചു വെനിസ്വേലയിലാണ് ഇറാനേക്കാളും സൗദിയെക്കാളും കൂടുതൽ എണ്ണയുള്ളത്. വെനിസ്വേലയുടെ ഭരണാധികാരിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അമേരിക്കൻ സൈന്യം വന്നു. അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ അതേപോലെ ആദ്യ ദിവസം ഖമേനി മരിച്ചതുകൊണ്ട് ഇറാനും അതുപോലെ ഒരു വോക്ക് ഓവർ ആണ്, പുഷ് ഓവർ ആണ് എന്ന് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് തെറ്റിദ്ധരിച്ചു. ആ ട്രംപിന്റെ തെറ്റിദ്ധാരണകളെ എല്ലാം മാറ്റി അതിശക്തമായ തിരിച്ചടി നൽകി പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് ഇറാന്റെ ജനതയുടെ പോരാട്ട വീര്യമാണ്. അമേരിക്കയ്ക്ക് 250 വർഷമേ ആയുള്ളൂ. ഇറാൻ 5000 വർഷത്തിന്റെ സിവിലൈസേഷനും ചരിത്രവും ഉണ്ട്. ആ പോരാട്ട വീര്യം അവർ കാണിച്ചു എന്നുള്ളത് സ്തുത്യർഹമാണ്. ആ ചർച്ച പിരിഞ്ഞത്, ആ ചർച്ച അലസിപ്പോയിരിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് തന്നെയായിരുന്നു. ഹോർമൂസ് എന്ന ഒറ്റ വിഷയത്തിൽ തട്ടിയാണ് കേട്ടോ 1ാം വട്ട ചർച്ചകൾ അലസിപ്പിരിഞ്ഞത്. എന്തായിരുന്നു അമേരിക്കയുടെ ആവശ്യം? എത്രയും പെട്ടെന്ന് ഹോർമൂസ് കടലെടുക്ക് തുറക്കണം. ആ ഹോർമൂസിനെ കുറിച്ച് NDTV നൽകിയ വളരെ രസകരമായൊരു കാഴ്ചപ്പാടുമുണ്ട്. ആ NDTVയുടെ കാഴ്ചപ്പാടും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, NDTV പറയുന്നത് യഥാർത്ഥത്തിൽ ഹോർമൂസ് ഇവരുടെ ന്യൂക്ലിയർ ആണ്. അതായത് ഇറാന്റെ ന്യൂക്ലിയർ പവർ ആണ് യഥാർത്ഥത്തിൽ ഹോർമൂസ് എന്നുള്ളത്. ആ ന്യൂക്ലിയർ പവർ വെച്ച്, ന്യൂക്ലിയർ എന്ന് ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ന്യൂക്ലിയർ എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതിശക്തമായ രീതിയിൽ ലോകത്തിന് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഇറാൻ അതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറാനോട് അമേരിക്ക ആവശ്യപ്പെട്ടത് അതിന് 2 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഒന്ന്, അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനെതിരായിട്ടുള്ള ആക്രമണം എന്നേക്കുമായി അവസാനിപ്പിക്കണം. 2, ഹോർമൂസ് കടലിടുക്കിൽ ടോൾ പിരിക്കാനുള്ള അവകാശം ഇറാന് ലഭിക്കണം. ഈ 2 ആവശ്യങ്ങളും ഉപാധികളും അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഈ ഇറാന്റെ അധീനതയിലും നിയന്ത്രണത്തിലുമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കുള്ളത്. അവിടെ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയാൽ എന്നേക്കുമായി ഹോർമൂസ് കടലിടുക്ക് ഇറാന് തീരെഴുതി കൊടുക്കുന്നതിന് തുല്യമാകും എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്ക അത് അംഗീകരിക്കാതിരുന്നത്. ഏതായാലും ആ ചർച്ചയെല്ലാം അലസിപ്പോയിരിക്കുന്നു. ഒരു സന്ധി സംഭാഷണവും ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ നിന്ന് പോയത്. പക്ഷേ 9 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ചർച്ച ചെയ്താൽ നടക്കാൻ പോകുന്നു എന്ന സന്ദേശം പുറത്തേക്ക് തന്നത് പാകിസ്ഥാനായിരുന്നു. അതിന്റെ കാരണം ഇത് ആരാ പറയണേ? അമേരിക്ക തന്നെ വീണ്ടും ഞങ്ങൾ സീസ്ഫയർ ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, നാളെ എക്സ്റ്റെൻഡ് ചെയ്യും. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ വേറൊരു വഴിയുമില്ല. ഇറാൻ ഇത്രയും പ്രതിരോധിക്കും, തിരിച്ചടിക്കും എന്ന് അമേരിക്ക വിചാരിച്ചില്ല.
അമേരിക്കയിലുള്ള ട്രസ്റ്റ്, വിശ്വാസം ലോകത്തിലെ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ലോക രാജ്യങ്ങൾക്കും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം വിശ്വാസം നഷ്ടപ്പെട്ടു. പാകിസ്ഥാനാണ്. ഇത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വലിയൊരു അവസരമാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്ത്യ ആയിരുന്നു അവിടെ സമാധാന ദൂതനായി ചെല്ലേണ്ടത്. അവർ ഇസ്ലാമാബാദിലേക്ക് പോകുന്നതിന് പകരം ഡൽഹിയിലേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. നമ്മുടെ ഡൽഹിയിൽ വന്ന് നമ്മൾ പീസ് മേക്കറായി നിൽക്കണമായിരുന്നു. ഇന്ത്യക്ക് മിസ് ചെയ്ത ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. നമ്മള് പ്രധാനമന്ത്രി ആരും ആട്ടെ, നരേന്ദ്രമോദി ആട്ടെ, രാഹുൽ ഗാന്ധി ആട്ടെ, അല്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആട്ടെ, പക്ഷേ ആ അവസരത്തിനൊത്തുയർന്ന് ഇന്ത്യ പീസ് മേക്കറായി മാറണമായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ നമുക്ക് നല്ല ബന്ധമുണ്ട്, അമേരിക്കയും ഇറാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അവിടെ ഒരു പീസ് മേക്കറായി ഉയർന്നു വരാനുള്ള വലിയ അവസരം ഇന്ത്യ കളഞ്ഞു. പാകിസ്ഥാന്റെ ജനറൽ ആയിട്ടുള്ള അസീം മുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു. ഇറാൻ നേതൃത്വവുമായിട്ട് നേരിട്ട് തന്നെ സംഭാഷണം നടത്തി. ഇറാൻ ഇതാ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന ചില സൂചനകൾ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രത്യേക വിമാനങ്ങളാണ് കേട്ടോ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമാബാദ് എയർപോർട്ടിലേക്ക് വന്നത്. എന്തായിരുന്നു ഈ 3 വിമാനങ്ങൾ ക്യാരി ചെയ്തത്? അമേരിക്കൻ സംഘത്തെ അല്ല, മറിച്ച് അവർക്ക് ഉപയോഗിക്കേണ്ട സാധന സാമഗ്രികളുമായിട്ടാണ് പെന്റഗൺ 3 സൈനിക വിമാനങ്ങൾ ഇസ്ലാമാബാദിലേക്ക് അയച്ചത്. അങ്ങനെയാണ് കേട്ടു അമേരിക്കക്കാർ. കാര്യം പാകിസ്ഥാൻ ഒരു സൗഹൃദ രാജ്യമൊക്കെ തന്നെയാണ്, പക്ഷെ അമേരിക്കക്കാർക്ക് ആരെയും വിശ്വാസമില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവർക്കാരെയും വിശ്വാസമില്ല. സീറ്റുകൾ വരെ അവർ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുക. നോക്കൂ, അത്രയേറെ അരക്ഷിതമായി ജീവിക്കുന്ന, ഭയാശങ്കയിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് അമേരിക്കയിലുള്ളത്. വാതിൽ തുറന്നാൽ ആന്ത്രാക്സ് അറ്റാക്ക് ഉണ്ടാകും എന്നവർ ഭയപ്പെടുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസിന് മുകളിൽ എപ്പോൾ വേണമെങ്കിലും ബോംബ് വീഴാം എന്ന ആശങ്ക അവരെ പിടികൂടിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ അത്രയേറെ അരക്ഷിതമായ ഒരു ജനതയാണ് അമേരിക്കയിലെ ജനത. ഈ ലോകത്തെ പല രാജ്യങ്ങളെയും അമേരിക്ക ഓൾറെഡി വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അതിന്റെ ഫലമൊക്കെയാണ് അവരിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഒരു പ്രസ്താവന വൈറ്റ് ഹൗസിൽ നിന്നുണ്ടായി. ഈ സമാധാന സംഭാഷണം നടക്കില്ല, അമേരിക്കൻ സംഘം എത്തില്ല എന്നാണ് അവർ അറിയിച്ചത്. നോക്കൂ, ഈ അമേരിക്കൻ സംഘത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് ജെറാഡ് കുഷ്ണർ എന്നാണ്. ആരാണ് ഈ ജെറാഡ് കുഷ്ണർ എന്ന് പറയുന്നയാൾ? അദ്ദേഹം ട്രംപിന്റെ മരുമകനാണ്. അദ്ദേഹം ട്രംപിന്റെ മകളായിട്ടുള്ള ഇവാങ്ക ട്രംപിന്റെ ഭർത്താവാണ്. വലിയ ബിസിനസ്മാനാണ്. ഇപ്പോൾ ട്രംപിന്റെ സീനിയറായ അഡ്വൈസറുമാണ്. ഈ ബിസിനസ്മാന് വലിയ താല്പര്യങ്ങൾ പാകിസ്ഥാനിലുണ്ട് കേട്ടോ. ഇസ്ലാമാബാദിൽ വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കുഷ്ണർ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ. അതുകൊണ്ടാണെന്നേ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഇത്രമാത്രം സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളുമായിട്ട് കൂട്ടിക്കൊഴിച്ച് ബലി കഴിക്കുന്ന മറ്റൊരു ലോക നേതാവ് ഉണ്ടാകില്ല. ട്രംപ് എല്ലാരും കുറെയൊക്കെ ചെയ്യും, പക്ഷെ ട്രംപ് എന്താ പറയണേ, ട്രംപ് അമേരിക്കൻ പ്രസിഡൻസിയെ സ്വന്തം ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു മോഡലായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കഷ്ടം. ഈ ജനറൽ അസീം മുനീറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തും, ഉച്ചഭക്ഷണം നൽകും, അത്താഴം നൽകും. അങ്ങനെയൊക്കെയാണ് ആ ബന്ധം നിലനിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായി ഒരുമിച്ച് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കളമൊരുക്കിയത്. പക്ഷെ മോദിജി അതിൽ നിന്ന് കുതറി മാറി രക്ഷപ്പെട്ടു. നന്നായി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന 2ാം വട്ട ചർച്ചകൾ, സമാധാന ചർച്ചകൾ സംഘർഷത്തിലായത് അഥവാ അത് നടക്കാതെ പോയത്? അതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. 1ാം ഘട്ട ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് ശേഷം അമേരിക്ക എന്താണ് ചെയ്തത്? ഹോർമൂസ് കടലിടുക്കിനടുത്ത് അന്താരാഷ്ട്ര സമുദ്രപാതയിൽ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. എന്താണ് അമേരിക്ക പറഞ്ഞത്? അതായത് ആദ്യം പറഞ്ഞത് നമ്മൾ ഇറാനെ ബ്ലോക്ക് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന്. അപ്പൊ ഇറാന്റെ പ്രതിരോധം ശക്തമായപ്പോ അമേരിക്ക പറഞ്ഞാൽ ഞങ്ങളും കൂടെ ബ്ലോക്ക് ചെയ്യാം. കപ്പൽ പുറത്തേക്ക് വന്നാൽ അതിനെ ആക്രമിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പക്ഷെ ഏകദേശം ചില റിപ്പോർട്ടുകൾ പ്രകാരം 22ഓളം കപ്പലുകൾ പോയി എന്നും പറയുന്നു. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അതിന്ന് കഴിയുകയാണ്. പക്ഷേ പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ആ വെടിനിർത്തൽ അടുത്ത 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ചില മാറ്റങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് നിശ്ചയമായും അമേരിക്ക പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയാമല്ലോ, ലോകത്തെ എണ്ണ വ്യാപാരം നടക്കുന്നത് അമേരിക്കൻ ഡോളറിന്റെ കൈമാറ്റത്തിലൂടെയാണ്. ഉദാഹരണത്തിന് ഇന്ത്യ സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്ന് വെക്കുക. നമുക്ക് രൂപ പകരമായി നൽകാൻ കഴിയില്ല. ഇനിയിപ്പോൾ സൗദിയുടെ കറൻസിയായ റിയാലും നൽകാൻ കഴിയില്ല. പകരം അമേരിക്കൻ ഡോളർ തന്നെ നൽകണം എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്. ചൈനയ്ക്ക് ഇത് ബാധകമാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് ബാധകമാണ്. ചൈന സൗദിയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്താൽ യുവാനിൽ അവർക്ക് പേ ചെയ്യാൻ കഴിയില്ല, മറിച്ച് അമേരിക്കൻ ഡോളർ തന്നെ നൽകണം. യഥാർത്ഥത്തിൽ 1974 മുതൽ ആണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ലോകത്തുണ്ടാകുന്നത്. അതിന് തുടക്കമിടുന്നത് സൗദി അറേബ്യയാണ് കേട്ടോ. സൗദി അറേബ്യ പറഞ്ഞു, ഏത് രാജ്യത്തിനും എണ്ണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ പകരം അമേരിക്കൻ ഡോളർ നൽകണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് പെട്രോ ഡോളർ എന്ന് പറയുന്ന പ്രതിഭാസം ലോകത്തിൽ നിലവിൽ വന്നത്. അതോടുകൂടിയാണ് കേട്ടോ യഥാർത്ഥത്തിൽ സാമ്പത്തികമായി
അമേരിക്ക ലോകത്തെ ഒന്നാം ഡോളർ സ്ട്രോങ് ആവുന്നു. അമേരിക്കൻ ഡോളറിന്റെ മൂല്യം അങ്ങനെ ഉയർന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ എല്ലാ ലോക രാജ്യങ്ങളും അമേരിക്കൻ ഡോളർ ധാരാളമായി ശേഖരിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ഡോളറിന്റെ വലിയ റിസർവ് ആണുള്ളത്. ആ അർത്ഥത്തിൽ അമേരിക്കൻ ഡോളറിനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കറൻസി എന്ന് പറയുന്നത്. നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വരുന്നത് പോലും ഈ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ കുറച്ചു കാലത്തേക്കുള്ള കരുതൽ ധനം മാത്രമേ നമ്മുടെ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. രാജ്യത്തിന്റെയും കറൻസിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് പോലും അമേരിക്കൻ ഡോളറുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്താണ് ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ച് നന്ദി സൂചകമായി അമേരിക്ക ചെയ്തു കൊടുക്കുന്നത്? നോക്കൂ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. അത് ഒരു സൈനിക താവളം ഒരു രാജ്യത്തിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്തിനെ സെക്യൂരിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അതൊരു തരം ആശ്രയത്വം ഉണ്ടാക്കും. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഒരിക്കലും അമേരിക്കയിലെ ഒരു പട്ടാള ബേസ് അനുവദിക്കില്ല. കാര്യം അനുവദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പട്ടാളത്തിന് അപ്പർ ഹാൻഡ് ഉണ്ട്, അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ അത് ചെയ്യുന്നത് ശരി തന്നെയാണോ നോക്കണം. പക്ഷേ ഗൾഫിലെ സങ്കീർണമായ, മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയം, അവിടുത്തെ രാജകുടുംബങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുള്ള ബന്ധം, രാജകുടുംബങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ അവിടുത്തെ പ്രത്യേകത, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് പൊളിറ്റിക്കൽ, അവിടുത്തെ ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ഡെമോക്രസി വേഴ്സസ് രാജഭരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒമാനിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ദുബായിലുണ്ട്. എല്ലായിടത്തും സൈനിക താവളങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് എന്താണ്? നോക്കൂ, ഈ ഇറാൻ യുദ്ധത്തില് ഈ പറയുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. അതോടുകൂടി വലിയ അമേരിക്ക വേണ്ട രീതിയിൽ പ്രതിരോധിച്ചില്ല. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്വന്തം സൈനിക താവളങ്ങളെ വേണ്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെ തങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? അവസ്ഥയാണ് കേട്ടോ UAE ഉണ്ടായിരിക്കുന്നത്, വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കും. UAE ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് ആണ്. അതായത് പല യൂറോപ്യൻ ആൾക്കാരും UAE-ലും ദുബായിലും അവരുടെ ബിസിനസ്സും ഭാവിയും സ്ഥിരതാമസവും ഒക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വാർ ആ ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. UAE അല്ലെങ്കിൽ വിശിഷ്യ ദുബായ് ഒരു ഗ്ലോബൽ സിറ്റി ആകാൻ പ്ലാൻ ചെയ്തിരുന്നു. ഈ യുദ്ധവും യുദ്ധക്രമങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ അതിനെ തകിടം മറിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ ഹോർമൂസ് കടലെടുക്കുക ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ വ്യാപാരം നടത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. അവരുടെ ഓയിൽ റിസർവ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ആ രാജ്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്കിന് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. നമുക്കറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങൾ സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവർ ഉപഭോഗം ചെയ്യുന്ന ഏതാണ്ട് 80% ഭക്ഷണവും വരുന്നത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. നോക്കൂ, ഈ കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ ഭാവിയിൽ വലിയ ഭക്ഷ്യ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകും. ഈ പ്രതിസന്ധികളൊക്കെ ഒരു പുനരാലോചനയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളും ലോകവും ചില കാര്യങ്ങൾ മാറി ചിന്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോളറൈസേഷൻ എന്നൊരു പ്രതിഭാസം ാണ്. എന്താണ് ഈ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കൂ, UAE-യുടെ സെൻട്രൽ ബാങ്ക് ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് കേട്ടോ. നോക്കൂ, ഡോളർ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ചൈനീസ് യുവാനിൽ എണ്ണ വ്യാപാരം നടത്താൻ പോവുകയാണ് എന്ന താക്കീതാണ്, ഭീഷണിയാണ് UAE-യുടെ സെൻട്രൽ ബാങ്ക് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. അതായത് പെട്രോ ഡോളർ ഇല്ലാതാകാൻ പോകുന്നു, പകരം പെട്രോ യുവാൻ എന്നൊരു പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്നു. ആ അർത്ഥത്തിൽ പെട്രോ യുവാൻ ലോകത്ത് തന്നെ ആധിപത്യത്തിൽ വരാൻ പോവുകയാണ്. അമേരിക്കൻ ഡോളർ കാണിച്ചാണല്ലോ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഡോളർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല. എണ്ണ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ രാജ്യത്ത് വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകും. നമ്മൾ സാമ്പത്തികമായി തകരും. നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണെന്ന് എല്ലാ ലോകരാജ്യങ്ങളും അമേരിക്കയ്ക്ക് അടിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനൊരു അവസാനം ഉണ്ടാക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ അതിന് സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഒരു പുതിയ പ്രതിഭാസവുമായി മുന്നോട്ട് വരാൻ പോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെട്രോ യുവാൻ എന്ന് പറയുന്ന പ്രതിഭാസം. ചൈനയുടെ കറൻസിയാണല്ലോ ഈ യുവാൻ എന്ന് പറയുന്നത്. പെട്രോ യുവാൻ നിലവിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ലോകത്ത് അതൊരു പുതിയ ക്രമം ഉണ്ടാക്കും. ആ ലോകക്രമം പറയുന്നത്, ആ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ചൈനയുടെ നേതൃത്വത്തിലുള്ളതായിരിക്കും. ചൈനയ്ക്ക് ആധിപത്യം വന്നാൽ സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ ആധിപത്യം എന്ന് പറയുന്നത് ഏഷ്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. യൂറോപ്പ് അത് ആഗ്രഹിക്കുന്നില്ല. ഏഷ്യൻ ആധിപത്യത്തെ യൂറോപ്പ് ചെറുക്കാൻ തന്നെയാണ് സാധ്യത, നമുക്കറിയാമല്ലോ. പക്ഷെ യൂറോപ്പിലും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ടത് യൂറോപ്പ് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കണമെന്നാണ്. അതിന്റെ അഭ്യർത്ഥനയുമായി ട്രംപ് തന്നെയാണ് നാറ്റോ രാജ്യങ്ങളെ സമീപിച്ചത്. നാറ്റോ എന്ന് പറഞ്ഞാൽ 36 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ്. പക്ഷെ അവരതിന് വഴിപ്പെട്ടില്ല. ഈ യുദ്ധത്തിൽ പങ്കാളിയാകാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് നാറ്റോ പ്രഖ്യാപിച്ചത്. അതിൽ നാറ്റോയ്ക്ക് വലിയൊരു സല്യൂട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾക്ക്, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ പ്രിൻസിപ്പിൾഡ് ആയ ഒരു സ്റ്റാൻഡ് എടുത്തു.
ഹോർമൂസ് തുറക്കാൻ സഹായം വേണമെന്ന് ട്രംപ് പറഞ്ഞപ്പോ ട്രംപിനെ ഒരു പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ് സത്യം. പറഞ്ഞത് നിങ്ങൾ ഭീരുക്കളാണ്, ഞങ്ങൾ നിങ്ങളോട് പകരം വീട്ടും എന്നാണ്. ആ അർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇപ്പോൾ അമേരിക്കയും വെറുപ്പിച്ചു കഴിഞ്ഞു കേട്ടോ. എന്ന് മാത്രവുമല്ല, പോപ്പിനെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ട്രംപ് മാറിക്കഴിഞ്ഞു. പോപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ ആത്മീയ ആചാര്യനാണ്. ഈ പ്രശ്നങ്ങളൊക്കെ യൂറോപ്പിനെ അമേരിക്കക്കെതിരായി മാറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വേറൊരു ലോകക്രമം ആരംഭിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഈ യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, നമ്മൾ സ്ഥിരമായി നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി തകരാറിലായി എന്ന് വിചാരിക്കുക. എന്താണ് നമ്മൾ ചെയ്യുക? മറ്റൊരു വഴി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. കാലക്രമത്തിൽ ഒരുപക്ഷെ ആ രണ്ടാമത് കണ്ടെത്തിയ വഴി പൊതുവഴിയായി മാറാം. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത് സാവധാനത്തിലാണ് സംഭവിക്കുക. ആ സാവധാനത്തിൽ സംഭവിക്കാം. ഞാൻ ഉണ്ണിസാറിന്റെ കാണുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, വളരെ പണ്ഡിതോചിതമായി, നോൺ ബയസ്ഡായി, ഒബ്ജക്റ്റീവായി ഫാക്ട്സ് കൊടുത്ത്, ഡീറ്റെയിൽസ് കൊടുത്ത് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം നയിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക, യൂറോപ്പ് ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. യൂറോപ്പിനെ നല്ല രീതിയിൽ ട്രംപ് വെറുപ്പിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, അപഹേളിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. സാക്ഷാൽ പോപ്പിനെ വരെ, ലോകാരാധ്യനായ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ, ലോകത്തിലെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ, ഏറ്റവും വലിയ ക്രിസ്ത്യൻ പുരോഹിതനായ പോപ്പിനെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിൽ ട്രംപ് മാറുകയും, ട്രംപിന്റെ തന്നെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന് വിശ്വസിച്ചിരുന്ന ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിനെ അതിശക്തമായി തള്ളിപ്പറയുന്നു. ഹംഗറിയിലടക്കം തീവ്ര വലതുപക്ഷത്തിന് തിരിച്ചടിയേറ്റ് സെന്റർ റൈറ്റ്, ഓർക്കണം, അവിടെ ജയിച്ചത് ഇടതുപക്ഷക്കാരല്ല, മധ്യ വലതിൽ നിൽക്കുന്ന ആൾക്കാരാണ് ജയിക്കുന്നത്. ഇന്ന് യൂറോപ്പ് ട്രംപിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. പോപ്പ് അടക്കമുള്ളവർ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഇടപെട്ട് ട്രംപിന്റെ യേശുവിൽ നിന്ന് മാറി യഥാർത്ഥ യേശുവിലേക്കുള്ള തിരിച്ചുവരവിന്റെ പാത വരുന്നു. ചൈനയുടെ ഉദയം ഉണ്ടാകും. ഒരുപക്ഷെ ബ്രിട്ടീഷ് സാമ്രാജ്യം തകർന്നതുപോലെ, അതായത് ഏകദേശം 200 വർഷം ലോകത്തിൽ സ്ട്രോങ് ആയി നിന്ന, 250 വർഷത്തോളം ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു എന്ന് നമുക്കറിയാം. അതായത് ബ്രിട്ടീഷുകാര് 1500 മുതൽ ബ്രിട്ടീഷ്, പോർച്ചുഗീസ് അടക്കമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫ്രഞ്ച് അടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരുടെ എക്സ്പാൻഷൻ നോക്കിയിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടാക്കി. അത് തകർന്നാണ് അമേരിക്കയുടെ ഉദയം ഉണ്ടായത്. ആ അമേരിക്കയുടെ തകർച്ചയുടെ തുടക്കം, ബിഗിനിങ് ഓഫ് ദി എൻഡ് ആണോ ഉണ്ടാകുന്നത് ട്രംപ് കാരണം അറിയില്ല. അമേരിക്ക എന്ന രാജ്യം ബഹുമാനമാണ്. പക്ഷെ ട്രംപിന്റെ നാശകരമായ പോളിസീസ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും.